ശബരിമലയിലെ മുതൽ മുഴുവൻ കട്ടുകൊണ്ട് പോയതാണ്. അതിന്റെ അധികാരികൾ തന്നെ ഇനിയും വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കും. നാട് മുഴുവൻ വിലങ്ങി. കോൺഗ്രസ് പറഞ്ഞാൽ അവർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുക. ഇനി നല്ല സർക്കാർ ഇവിടെ ഭരണം കാഴ്ചവെക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ BJP വേണം. PC ആശാൻ ജയിക്കണം. അങ്ങനെ വന്നാൽ മാറ്റം വരും. എൻ്റെ മനസ്സിന്റെ പ്രതീക്ഷകൾ മുഴുവൻ. ഷോണാണേലും അതെ, PC ആണേലും അതെ, എതിര് പാർട്ടിക്കാരും ഇങ്ങേരുടെ പാർട്ടിക്കാരാണേലും ആർക്ക് സ്വാഗതമാണ് ഇവിടെ. കോട്ടയത്ത് വികസനം വന്നു. പിസിയോറിന്റെ കാലത്താണെങ്കിൽ ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം നോക്കിയാല, പാർട്ടി നോക്കിയാല, സമുദായം നോക്കിയാല ഉടനടി തീരുമാനം. പിണറായി എന്ന് പറയുന്നത് തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു ഗവൺമെന്റ്. അവരുടെ ആൾക്കാർക്കും വേണ്ടി അഴിമതി നടത്തുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം. ഇലക്ഷൻ ആകുമ്പോൾ ഉള്ള ഒരു വികസനം എന്നുള്ളതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു വികസനത്തെ കുറിച്ച് പറയാനൊന്നുമില്ല. ഇനിയിപ്പം നമ്മുടെ പ്രതീക്ഷ ഇരിക്കുന്ന BJP ഇതുവരെ ഒരു ഭരണത്തിൽ വന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവരൊന്നും വന്നൊരു 5 വർഷം ഭരിക്കട്ടെ. 3 ആഴ്ച മഴ പെയ്തില്ലെങ്കിൽ വെള്ളമില്ല. നമ്മുടെ ഭാഗത്തേക്കുള്ള വഴിയൊന്നും ഒന്നും ചെയ്തിട്ടില്ല. PC ജോർജ് സാർ മാറ്റം ഉണ്ടാകില്ല. കാരണം പുള്ളി ഒരു 5 വർഷം ഇവിടെ നിന്ന് മാറി നിന്നതിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുരോഗതി ചെയ്യാൻ ആർക്കും സാധിച്ചില്ല. ഇവിടെ ഒരു MP ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി പ്രദേശത്തേക്ക് വരാറ് മാറ്റം പറഞ്ഞാൽ BJP തന്നെ അധികാരിച്ചു വരണം. കാരണം വികസനം ഉണ്ടെങ്കിലല്ലേ നാട് പുരോഗമിക്കുള്ളൂ. ആദ്യമായിട്ട് ഇത്തവണ BJPക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന ആളാണ്. മറ്റൊന്നും കൊണ്ടുമല്ല, കോട്ടയത്തിന്റെ യഥാർത്ഥ ഒരു പൊട്ടൻഷ്യൽ ഇതുവരെ 2 മുന്നണികൾക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവർ പറയുമ്പോൾ മദ്യം നിരോധനം കൊണ്ടുവരും. 11 മണി ഉണ്ടായിരുന്ന ബാർ ഇപ്പോൾ 12 മണിയായി. ഇനി ചിലപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ വെളുക്കോളം മാറ്റം വരണമെങ്കിൽ BJP ഭരണത്തിൽ വന്നാൽ മാത്രമേ മാറ്റം വരൂ. വികസനത്തിന്റെ പെരുമ പറയുന്ന അക്ഷരനഗരിയിലാണ് ഞാൻ ഇന്നുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നേതാക്കളുടെ വാഗ്ദാനങ്ങൾ കുമിഞ്ഞുകൂടുന്നുമുണ്ട്. എന്നാൽ കോട്ടയത്തെ സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്? ഇനി ജനങ്ങൾ പറയട്ടെ. കുടിവെള്ളക്ഷാമം ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ് ഇവിടെ. ഇത് ഒരു മീനച്ചിൽ താലൂക്കിൻ്റെ ഒരു കിഴക്ക് ഭാഗമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ വികസനം എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ കാണുന്നല്ലാതെ ഉൾപ്രദേശങ്ങളിലെ മൊത്തം റോഡുകളും തകർന്ന് തിരുപ്പണമായിട്ട് കിടക്കുക. വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങൾ നേരിടുന്നത്? ഇത് യാത്രാ ദുരിതമുണ്ട്, പിന്നെ കുടിവെള്ള പ്രശ്നമുണ്ട്, ആരോഗ്യരംഗത്ത് പല ആശുപത്രി ഡോക്ടർമാരില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ പറയപ്പെടുന്നത് നമ്പർ 1. എവിടെ നമ്പർ 1? ഇമ്മ പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. ഇവിടുത്തെ MLA ഒക്കെ വരാറുണ്ടോ? ഇവിടുത്തെ MLA ഇങ്ങനെ വന്ന് ഉത്സവം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വന്ന് ഇങ്ങനെ പോകാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജനങ്ങൾക്ക് ഉപകാരമായ ഒരു രീതിയിലുള്ള പ്രവർത്തനം MLA നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ആര് വന്നാലും ഒരു മാറ്റം വരുമെന്ന് തോന്നുന്നത്? ഇനി ഒരു പുതിയ മാറ്റം BJP നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വന്നാൽ മാറ്റം എന്തെങ്കിലും സംഭവിക്കുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ. PC ജോർജ് ജയിക്കും. 100% ജയിക്കും. ഷോൺ ജോർജ് ജയിക്കും. 100% ജയിക്കും. ഉറപ്പാണ്. ആദ്യം പോലുള്ള പുതിയ യുവത്വത്തിന്റെ അതെ, ആൾക്കാർ ഒരു മാറ്റത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. അവിടെ പൂഞ്ഞ നിയമമണ്ഡലത്തിലും അതെ, എല്ലാം കേരളം മൊത്തം മാറുന്നേ. എത്രയും വർഷമായില്ലേ, പുതിയ ആൾക്കാർക്ക് വഴിമാറി കൊടുക്കട്ടെ. കോട്ടയത്ത് വികസനം പഴയ പോലെ തന്നെ ഉള്ള ഒരു മാറ്റവും ഇല്ല. അവിടെ വ്യക്തമായ ഒരു മാറ്റവും ഇല്ല. എല്ലാം ഒന്നുകൂടി അവിടെ ആ റൗണ്ടാനയൊക്കെ ആണെങ്കിൽ അന്ന് കിടക്കുന്ന പോലെ, വർഷങ്ങൾക്ക് മുമ്പ് കിടന്ന പോലെ തന്നെ ഇപ്പോഴും കിടക്കുന്നത്. അപ്പം വികസനം എന്നാ ഉള്ളത്. അതുപോലെ മറ്റു കാര്യങ്ങൾ ഓഫീസുകളാണെങ്കിലും എല്ലാം ചെതറിക്കിടക്കുമല്ലേ. ഒരു കളക്ട്രേറ്റ് തന്നെയാണെങ്കിലും ഒരു ഇതില്ലാത്ത രീതിയിലല്ല കളക്ട്രേറ്റ് കിടക്കുന്നത്. അത് ഓരോ ഓഫീസ് ഇവിടെയാണെങ്കിൽ ഓരോ ഓഫീസ് വേറെ എടുത്ത് ഓരോ ഓഫീസ് അതിലെ തേടിപ്പിടിച്ച് പോകണം. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ആവശ്യത്തിന് പോയി കഴിഞ്ഞപ്പോൾ ആ ഓഫീസൊന്ന് തേടിപ്പിടിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പല ചെതറിക്കിടക്കുന്ന ഓഫീസുകൾ, ഒരു കളക്ട്രേറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. അതുപോലെ ടൗണാണെങ്കിലും ടൗണിൻ്റെ വികസനം എനിക്ക് 66 വയസ്സുണ്ട്. ഞാൻ ഒരു 20 വയസ്സ് മുതൽ ഞാൻ കോട്ടയത്തിലൊക്കെ പോകുന്ന ആളാണ്. പക്ഷെ അവിടെ വികസനം ഞാനൊന്നും കാണുന്നില്ല. കാരണം അന്നുള്ളതൊക്കെ ഇന്നും ഉണ്ട്, അല്ല ഒരൊന്നുമില്ല. ഒരു 20 വർഷം മുമ്പുള്ളതിൽ 2-3 കെട്ടിടങ്ങളൊക്കെ മാത്രം അവിടെ പോയിട്ടുണ്ട്, അല്ലാതെ വേറൊന്നും അവിടെ കാണുന്നില്ല. അതാണ് സത്യം. ജനങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ നേരിടുന്നത്? ജനങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്നത് അത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ജനങ്ങൾ അങ്ങനെ പോകില്ലേ. കാരണം ആവശ്യം വരുമ്പോഴത്തേനല്ലേ ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളോ അല്ല മറ്റിതര കാര്യങ്ങളോ പോകുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും അവർ എവിടെയെങ്കിലും കണ്ട് അവരത് കാര്യം സാധിക്കും. അത് അത്രയുള്ള കാര്യം, വേറൊന്നുമില്ല. ജനങ്ങൾക്ക് ഇപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും പറയും നല്ലതാണെന്ന് പറയും, ഇല്ലെങ്കിൽ പറയും അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. ഇതാണ് ജനങ്ങളുടെ മോട്ടിവേഷൻ. ഇവിടുത്തെ MLA ഒക്കെ ജനങ്ങളുടെ പ്രശ്നം കേൾക്കാൻ വരാറുണ്ടോ? ഇവിടെയൊന്നും ഇതുവരെ ഒരു MLA ഒരു കാര്യത്തിനും വന്നില്ല. ഇവിടെയൊക്കെ ഈ തമിഴ്നാട് ഈ സ്കൂളല്ലാതെ ഇവിടെ ഒരു പുരോഗതി ഇവിടെ ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ വെയിറ്റിംഗ് ഷെഡ് ആകെ ഒരു 45 വർഷം മുമ്പുണ്ടായ വെയിറ്റിംഗ് ഷെഡ് അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഒരു പുരോഗതിയില്ല. തമിഴ്നാടിന് ഒരു പുരോഗതിയും ചെയ്യാൻ ആർക്കും സാധിച്ചില്ല. ഇവിടെ ഒരു MP ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി ഈ പ്രദേശത്തേക്ക് വരാറില്ല. MP ഒരു പൊതുസമ്മേളനത്തെ പോലും ഇവിടെ നടത്തിയിട്ടില്ല, അതെന്നുള്ള വാസ്തവമാണ്. പിന്നെ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ള പഞ്ചായത്തിൻ്റെ ചില കാര്യങ്ങളും, പിന്നെ ഈ റോഡ് ശകലം പണിതിട്ടുണ്ടെന്നുള്ള വാസ്തവം. എന്നാലും അത് വീതി കൂട്ടി പറയുക മറ്റൊന്നും കാര്യം ചെയ്തിട്ടില്ല, അത് വാസ്തവമാണ്. വേറെന്താ ചെയ്തിരിക്കുന്നത്?
ഇവിടെ ഞാൻ ഈ ജംഗ്ഷനിൽ തന്നെ താമസിക്കുന്ന ആളാണ്, ഈ ജംഗ്ഷൻ അടുത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. ഇവിടുത്തെ പുരോഗതി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം നമ്മൾ സത്യസന്ധമായിട്ടാണ് കാര്യം പറയുന്നത്, അല്ലാതെ നമുക്കത് രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ പുറത്ത് പറയുന്നതല്ല. നമ്മളിവിടെ പണ്ട് കാണുന്നത് തന്നെ ഇന്നും കാണുന്നു. മാറ്റം പറഞ്ഞാൽ BJP തന്നെ അധികാരത്തിൽ വരണം. കാരണം വികസനം ഉണ്ടെങ്കിലല്ലേ നാട് പുരോഗമിക്കുള്ളൂ. നാട് പുരോഗമിച്ചാൽ നായ്ക്കും കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പുരോഗതി വന്നെങ്കിൽ മാത്രം തൊഴിലവസരങ്ങളുണ്ടാകും, മറ്റിതര കാര്യങ്ങളിലൊക്കെ ആൾക്കാർക്ക് പുരോഗതി ഉണ്ടാകും. ആ പുരോഗതി കൈവരിക്കണം എന്നുണ്ടെങ്കിൽ വികസനം ഉണ്ടാകണം, മാറണം. ഇന്നത്തെ ഈ അവിഞ്ഞ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ മാറി നല്ല പ്രവർത്തനം ഇവിടെ ഉണ്ടാകണം. അതാണ് ഇവിടെ അത്യാവശ്യം. അങ്ങനെ ഒരു പ്രവർത്തനം നടന്നെങ്കിൽ മാത്രമേ ഈ നാട് പുരോഗമിക്കുള്ളൂ. PC ജോർജ് ഇവിടെ ഉറപ്പായിട്ടും ജയിക്കും. കാരണം അദ്ദേഹം തന്നെ മത്സരിച്ച സമയത്ത് 47,000 വോട്ട് പിടിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ടും എല്ലാം കൂടി വരുമ്പോൾ അദ്ദേഹം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും ശക്തനായ നേതാവാണ്. അദ്ദേഹത്തിന് ഇവിടെ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ജയിക്കും എന്നുള്ള വിശ്വാസമാണ്. കാരണം ഞങ്ങൾ വാർഡുകളിൽ കൂടി കയറുമ്പോൾ അല്ലെങ്കിൽ ബൂത്തുകളിൽ കൂടി കയറുമ്പോൾ കാണുന്ന രംഗം അങ്ങനെ തന്നെയാണ്. കാരണം നല്ലൊരു ഓളം ഇപ്പോൾ ഉണ്ട്. അതാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് PC ജോർജ് ജയിക്കാൻ 100% സാധ്യത ഉണ്ട്. കോട്ടയത്തെ ഭരണകക്ഷികൾ അവരുടെ കുറേ ഭാഗങ്ങൾ വികസിപ്പിച്ചെടുത്തു എന്നുള്ളതല്ലാതെ വേറെ ജനങ്ങൾക്കൊരു ഗുണമുണ്ടെന്ന് ഒരു കാര്യം ചെയ്തിട്ടില്ല. ജനങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവിടെ അനുഭവിക്കുന്നത്? അവിടെ ഈ മെയിൻ റോഡല്ലാതെ ഇടവഴിക്ക് റോഡുകളില്ല, കുടിവെള്ളമില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യരംഗമൊക്കെ എങ്ങനെയാണ്? ആരോഗ്യരംഗം വളരെ മോശം. ഹോസ്പിറ്റലുകൾ ഒരു സൗകര്യമില്ല. മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അവിടെ കയറാൻ പോലും പറ്റത്തില്ല. പുതിയ ഒരു കെട്ടിടമൊക്കെ പണിത് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ ഒരു വികസനവും വന്നിട്ടില്ല. നമ്പർ 1 കേരളത്തിലെ ആരോഗ്യരംഗം വികസനം ഇല്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ മുഖ്യം പോലും വിദേശത്ത് ചികിത്സയ്ക്ക് പോകുന്നത്. ഇവിടെ നല്ലൊരു ചികിത്സ ഇതുണ്ടെങ്കിൽ ഇവിടെയല്ലേ ചികിത്സിക്കുള്ളൂ. ഈ കോടികൾ മുടക്കി വിദേശത്ത് പോകേണ്ട കാര്യമില്ലല്ലോ. കുട്ടികളുടെ വിദ്യാഭ്യാസം സ്കൂളുകളൊക്കെ ഹൈടെക് ആയോ? കുട്ടികൾ ഹൈടെക് അല്ല. കുട്ടികൾ ഇപ്പം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവർ മദ്യത്തിനും ലഹരിക്കും എല്ലാം അടിമകളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന് വളം വെച്ച് കൊടുക്കുകയാണ് സർക്കാർ. മദ്യനിരോധനമായിട്ട് ബാറുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നു, ബാറുകളുടെ സമയം കൂട്ടുന്നു. അവർ പറയുമ്പോൾ മദ്യനിരോധനം കൊണ്ടിരുന്നു. പക്ഷെ എന്നിട്ട് ഇപ്പം 11 മണി വരെ ഉണ്ടായിരുന്ന ബാർ ഇപ്പോൾ 12 മണി വരെ ആക്കി. ഇനി ചിലപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ വെളുക്കോളാക്കും. വേറെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്? ഇവിടെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ BJP ഭരണത്തിൽ വന്നാൽ മാത്രമേ മാറ്റം വരുള്ളൂ. PC ജോർജ് ഉറപ്പാണ് ജയിക്കും. ഷോൺ ജോർജ് 100% PC ജോർജ് ജയിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? പുള്ളി എല്ലാത്തിനും സഹകരിക്കുന്ന ആളാണ്. നമ്മൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ പുള്ളി സഹകരിച്ച് വരും. അതുകൊണ്ട് നമുക്ക് പുള്ളിയുടെ താല്പര്യം. അങ്ങനെ പുള്ളിക്ക് ചെയ്യേണ്ടത് ഞങ്ങളൊക്കെ അല്ലേ ഇരിക്കുന്നത്. പുള്ളി സഹായിക്കും ഞങ്ങളെ. നമ്മളെന്താവശ്യപ്പെട്ടാലും പുള്ളി സഹായിച്ചു തരും. PC ജോർജ് അദ്ദേഹം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ 100%. ഇവിടുത്തെ കഴിഞ്ഞ MLA ഒക്കെ വരാറുണ്ടോ ഇവിടെ? ഇല്ല, ഒരു കാര്യത്തിനും പരിഹാരമായിരുന്നു ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. പുള്ളിയോട് ഒരു കാര്യം പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തെങ്കിലും പരാതികളായി ചെല്ലുക എന്തെങ്കിലും ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സമീപനം എങ്ങനെയുണ്ടായിരുന്നു? പുള്ളി നമ്മൾ സഹകരിക്കുകയില്ല. കാരണം പുള്ളിയുടെ ഒന്നും പോയിട്ടില്ല. ഒരു സഹകരണം ഇല്ലാത്തൊരു പാർട്ടിയാണ് നമ്മളോട്. ഈ പാർട്ടിക്കാരെ നമ്മൾ പറഞ്ഞാൽ അത് സ്വീകരിച്ചു തരും. CVC നേരത്തെ അങ്ങനെ അനുവാദം ഉള്ളതാണ്. അദ്ദേഹം ഷോൺ ജോർജ് ജയിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഷോൺ ജോർജ് ഇപ്പം ഇവിടെ എല്ലാം ജയിക്കുന്നത്, വേറെ സ്ഥലത്തല്ലേ. പുള്ളിയും ജയിക്കാൻ ചാൻസ് ഉണ്ട്. പുള്ളിക്കും അവിടുത്തെ കാര്യം എനിക്കറിയത്തില്ല. ഇവിടെ PC ജോർജ് ജയിക്കുകയുള്ളൂ, പൂഞ്ഞാർ മണ്ഡലത്തേക്ക്. പെൻഷൻ കിട്ടാതെ വരുന്നുണ്ട്. പെൻഷൻ്റെ പൈസ കുറച്ച് കൊടുക്കുന്നുണ്ട്. ബാങ്കിൽ 1600 എന്ന് പറയുന്നത് 1400 വരുള്ളൂ. 200 രൂപയൊക്കെ കുറച്ചാണ് ഓരോ മാസം. പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് സർക്കാർ. അത് പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ, നേരാൻ വണ്ണം കൊടുക്കുന്നില്ല. കിട്ടുന്നില്ല. ഇല്ല. ആരോഗ്യരംഗത്ത് ആരോഗ്യരംഗത്താണ് ഇവിടെ മുഴുവൻ ഗുളിക കഴിച്ചിരിക്കുന്ന ആൾക്കാരേ ഉള്ളൂ. അവർക്കുള്ള പൈസ പോലും കിട്ടുന്നില്ല. അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അവർക്ക് വേണ്ടുന്ന ഡോക്ടർമാരുടെ ചികിത്സ പോലും കിട്ടുന്നില്ല. ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാരൊക്കെ എങ്ങനെയുണ്ട്? ഡോക്ടർമാരും മരുന്നൊക്കെ കിട്ടും? അതൊക്കെ തരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ കുറച്ചൊക്കെ മരുന്ന് തരും, കുറച്ചൊക്കെ നമ്മളെ വെളിയിലോട്ട് കുറിച്ച് തരുവുള്ളൂ. അത് വില കൊടുത്ത് നമ്മൾ വൻ വില കൊടുത്ത് വാങ്ങിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ പരിസ്ഥിതികൾ. വേറെ എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ കുടിവെള്ളത്തിന് വളരെ ക്ഷാമമാണ്. അത് വേണം. പിന്നെ പെൻഷൻ ആൾക്കാർക്ക് പെൻഷൻ കാശ് കിട്ടണം. പിന്നെ രോഗികൾക്കായ ആൾക്കാർക്ക് ചികിത്സ നല്ലത് കിട്ടണം. ഇതൊക്കെയാണ് ഏറ്റവും വലിയ. MLA ഇവിടെ വരാറുണ്ടെങ്കിലും പക്ഷേ യാതൊരു വിശേഷമില്ല. പല കാലത്തൊന്ന് വരും, എന്നിട്ട് പല വാഗ്ദാനങ്ങളും പറഞ്ഞേച്ച് അവരങ്ങ് പോവുകയുള്ളൂ. പിന്നെ ഒന്നുമില്ല. ഇവിടെയാണെങ്കിൽ
ഓരോ റോഡുകളും കിടക്കുന്ന ബുദ്ധിമുട്ടില്ല, വണ്ടി ഓടിക്കാൻ പാടില്ല, നടന്നു പോകാൻ ബുദ്ധിമുട്ട്. ആ കണ്ടീഷനാണ് ഇവിടുത്തെ റോഡ്. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അവര് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഏതെങ്കിലും പാലിച്ചിട്ടുണ്ടോ? ഒന്നും പാലിച്ചിട്ടില്ല ഇവിടെ, ഒന്നും കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല. ഇനി ഇടത് സർക്കാർ വരുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നല്ല സർക്കാർ ഇവിടെ ഭരണം കാഴ്ചവെക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ BJP വരണം. അത് ഞങ്ങൾ ഭരണം പിടിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ശ്രമവും. ഇടത് സർക്കാർ വരില്ല ഉറപ്പ്, തീർച്ചയായിട്ടും. എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നത് പറഞ്ഞാൽ അവരെ കൊണ്ട് പറയാമല്ലോ, ശബരിമലയിലെ മുതൽ മുഴുവൻ കട്ടുകൊണ്ട് പോയതായ അതിൻ്റെ അധികാരികൾ തന്നെ ഇനിയും വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കും? നാട് മുഴുവൻ വിലങ്ങി അവരെ എതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ കയറ്റാൻ ആരും ഉദ്ദേശിക്കുന്നില്ല. BJP വരണമെന്നാണ് എല്ലാവരും പറയുന്നത്. കോൺഗ്രസ് പറഞ്ഞാൽ അവർ തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. ഞാനാ മുഖ്യമന്ത്രി ആകണം എന്നുള്ള ഓരോ അഭിപ്രായങ്ങളൊക്കെ ആയിട്ടാണ് അവർ നിൽക്കുന്നത്. ശ്വാസമുട്ടുണ്ട് കേട്ടോ. എന്നാണെന്ന് പറഞ്ഞാലും നമുക്ക് ഏറ്റവും നല്ലത് അനുയോജ്യമായത് BJP തന്നെ. ഈ അടുത്ത നാളിൽ ഇലക്ഷൻ ആയപ്പോഴത്തേനും റോഡൊക്കെ ഇച്ചിരി ഒന്ന് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഈ പറയുന്ന വലിയ വികസനമൊന്നും നമ്മുടെ ഈ കോട്ടയത്ത് വന്നിട്ടില്ല. കോട്ടയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തെർനാട്, ഈരാറ്റുപേട്ട ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ആകുമ്പോൾ ഉള്ള ഒരു വികസനം എന്നുള്ളതല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊരു വികസനത്തെക്കുറിച്ച് പറയാനൊന്നുമില്ല. ജനങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നത്? ജനങ്ങൾ നേരിടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം തന്നെ ഈ താമസിക്കാൻ പെരയില്ലാത്ത ആൾക്കാരുണ്ട്. അതുപോലെ കുടിവെള്ള പ്രശ്നം വലിയ രൂക്ഷമായ ഒരു പ്രശ്നം തന്നെയാണ്. അതിന് നമ്മുടെ മോദി സർക്കാർ ഇവിടെ ഈ വാട്ടർ സപ്ലൈ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ആ റോഡും മാന്തിപ്പറിച്ച് എല്ലാം നശിപ്പിച്ചിട്ട് ഈയിടെയാണ് റോഡെല്ലാം നന്നാക്കിയത്. അതിപ്പോൾ ഈ ഇലക്ഷൻ പ്രമാണിച്ചുള്ള ഒരു കലാപരിപാടിയാണെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ലൈഫ് പദ്ധതിയിൽ ഒരുപാട് വീടുകളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇപ്പം പാർട്ടിയിൽ എല്ലാ പാർട്ടിക്കാരും ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അനുഭവത്തിൽ ഇപ്പോൾ ഓരോ ചാനലിൽ കൂടെ പറയുന്നില്ലാതെ നമുക്കറിയാൻ ഒക്കുള്ളൂ. നമ്മൾ ഇപ്പോൾ ഈ ലൈഫ് മിഷനിലായിട്ട് കെട്ടിടം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിതൊന്നും കാണുന്നില്ല. അപ്പോൾ ഓരോ ചാനലുകാർ പറയും ഞങ്ങൾ ഇന്നത് ചെയ്തെന്ന് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ രാഷ്ട്രീയമൊന്നുമുള്ള പാർട്ടിയല്ല. നമ്മുടെ നാടിനും ജനങ്ങൾക്കും പ്രയോജനമുള്ള ഏത് പാർട്ടി വരുന്നോ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രാഷ്ട്രീയം. അതിപ്പം മാറി മാറി വന്ന ഈ ഇടതുപോലെ പാർട്ടികൾ 10-60 വർഷത്തോളം ഭരിച്ചു. അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ ഒത്തിരി അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറേയൊക്കെ നന്മകൾ ഇവർ ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഇനിയിപ്പോൾ ഒരു BJP ഭരണം വരണമെന്നൊരു വലിയ താല്പര്യമുണ്ട്. ഒരു മാറ്റം വരണം. സർക്കാർ ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ വില കുറഞ്ഞ മരുന്നുകളൊക്കെ അവിടുന്ന് കിട്ടും. വില കൂടിയ മരുന്നിന് നേരെ പുറത്തോട്ട് എഴുതി തരുവേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ കാർഡൊക്കെ ഉള്ളവർക്ക് കുറേ സൗജന്യമായിട്ട് ചികിത്സ കിട്ടുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഈ വില കൂടിയ മരുന്നെല്ലാം നമ്മൾ എങ്ങനെയാണെങ്കിലും പുറത്ത് പോയി മേടിക്കേണ്ട ഒരവസ്ഥയിലാണ് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പദ്ധതി. വേറെ ഇനിയിപ്പോൾ ഇവിടെ മാറ്റം വരും. ആരും എന്നാൽ മാറ്റം വരുമെന്ന് തോന്നുന്നത്. ഇനിയിപ്പം നമ്മുടെ പ്രതീക്ഷ ഇരിക്കുന്ന BJP ഇതുവരെ ഒരു ഭരണത്തിൽ വന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവരൊന്ന് വന്നൊരു 5 വർഷം ഭരിക്കട്ടെ. അവരുടെ പ്രവർത്തനം ഉണ്ടെന്ന് അറിയാം എന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പം ജനങ്ങളിലുള്ളത്. ഇപ്പോൾ അതിൻ്റെ പേര് ഇപ്പം ഈ BJPക്ക് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാരിപ്പം മറ്റു പാർട്ടികളിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് ഭരണം ഇനി വരും തോന്നുന്നുണ്ടോ? കോൺഗ്രസ് ഭരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും മുഖ്യമന്ത്രിയാകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥകൾ എങ്ങനെയാണ്, ജനങ്ങൾക്കൊരു പ്രയോജനം കിട്ടുമോ ഇല്ലോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അവർ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വലിയ പ്രയോജനവും ദോഷവും ഗുണവും ഇല്ലാത്തൊരവസ്ഥയെന്നേ പറയാൻ പറ്റുള്ളൂ. പിണറായി സർക്കാരിൻ്റെ ഒരു 10 വർഷത്തെ ഭരണത്തിൽ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം വലിയ കുഴപ്പം പറയാനില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും 2ാം ഘട്ടമായി കഴിഞ്ഞപ്പോഴത്തേനും വളരെയധികം ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നു. കാരണം മെയിനായിട്ടുള്ളത് നമ്മുടെ ശബരിമല പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരപരാധികളായ ആൾക്കാരുടെ എല്ലാം പേര് വളരെയധികം കേസുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ അത് ഒരു ആവശ്യമില്ലാത്ത കേസ് കേട്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനെയൊക്കെ ജനങ്ങൾ ഒത്തിരിയധികം വിമർശിക്കുന്നുണ്ട്. അതിൻ്റെതായ ഒരു പോരായ്മ അവരുടെ ഭാഗത്തോട്ട് വരാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഷോൺ ജോർജ് ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഷോൺ ജോർജ് ജയിക്കും. കാരണം അദ്ദേഹം ഒരു നല്ല പ്രവർത്തനമാണ്. കാരണം ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടാൻ നല്ലൊരു സ്വഭാവം. അതുപോലെ തന്നെ നമ്മുടെ PC ജോർജ് സാറാണെങ്കിലും ഉണ്ടല്ലോ, അദ്ദേഹം ഇവിടെ 5-8 തവണ MLA ആയിട്ട് വന്നതാണ്. അദ്ദേഹം ഒരു കാര്യപ്രാപ്തിയുള്ള ആൾ തന്നെയാണ്, പറയാതിരിക്കാൻ നോക്കില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് വളരെ താല്പര്യമാണ്. ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽ PC ജോർജ് സാറ് ഇലക്ഷനിൽ നിന്ന് അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുള്ളൂ. അതെൻ്റെ പുള്ളിയോടുള്ളൊരു പ്രത്യേക ഒരു താല്പര്യമാണ്. അത് പുള്ളി ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ. അതുകൊണ്ട് അവർ രണ്ടുപേരും ജയിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. 3 ആഴ്ച മഴ പെയ്തില്ലെങ്കിൽ വെള്ളമില്ല.
ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ ഈ വേനൽക്കാലമായിട്ട് 14 തവണ ഞാൻ 5000 ലിറ്റർ വെച്ച് 1500 രൂപ വെച്ച് കൊടുത്ത് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. 14 പ്രാവശ്യം അടിച്ചു. മഴ ഇല്ല, വെള്ളമില്ല. അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ വഴികൾ നമ്മുടെ ഭാഗത്തേക്കുള്ള വഴിയൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന്റെ പരാതികളായിട്ട് അധികാരികളുടെ അടുത്ത് ചെന്നപ്പോൾ എന്തായിരുന്നു? പരാതിയൊക്കെ പോയിട്ടുണ്ട്. ചെയ്യാമെന്ന് പറയുന്നല്ലാതെ യാതൊരു പ്രതീക്ഷയില്ല. MLA വരാറുണ്ടോ? MLA വന്ന് പോകാറുണ്ട്. ഉപകാരമുണ്ടോ? ഉപകാരം എന്ന് വെച്ചാൽ ഉപകാരമുള്ളവർക്ക് ഉപകാരമുണ്ട്, സാധാരണ ജനങ്ങൾക്കില്ല എന്നാണ്. അല്ല, അങ്ങനെ പറഞ്ഞില്ല. സാധാരണ നമുക്കില്ല, ബുദ്ധിമുട്ടുള്ളവർക്ക് ഉപകാരമില്ല. ഇല്ല. അങ്ങനെയാണ്. ഇവിടെ ഒരു മാറ്റം വരണമെങ്കിൽ ആര് വന്നാൽ മാറ്റം വരുമെന്ന് തോന്നുന്നു? PC ജോർജ് സാർ മാറ്റം ഉണ്ടാകില്ല. കാരണം പുള്ളി ഒരു 5 വർഷം ഇവിടെ നിന്ന് മാറി എന്നതിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇനി വരണം എന്നാണ്. അദ്ദേഹം വരണം. അദ്ദേഹം വരും, ഉറപ്പായിട്ടും. വന്നല്ലോ, പിന്നെ ഉറപ്പായിട്ടും 22,000 വോട്ടിന് ഭൂരിപക്ഷം പുള്ളി ജയിച്ചിരിക്കുക. പിന്നെ ഉറപ്പായിട്ടും പുള്ളിയുടെ മകൻ ഷോൺ ജോർജ് പാലായിലും 2 പേര് 2 MLA ഒരു വീട്ടിലുണ്ടാവും. ഏട്ടാ, കോട്ടയത്ത് വികസനം വന്നിട്ടുണ്ടോ? കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ മേഖലയിലേക്ക് തന്നെ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അങ്ങനെ തോന്നുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൂഞ്ഞാർ നിയമമണ്ഡലംകാരാണ്. പൂഞ്ഞാർ നിയമമണ്ഡലം PC ജോർജ് MLA ആയിരുന്ന കാലഘട്ടത്തിൽ എന്ത് വന്നാലും, അതായത് +2 അനുവദിച്ചപ്പോൾ പോലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ +2 ഇവിടേക്ക് കൊണ്ടുവന്നു. 12 +2 ആണ് ഈ പൂഞ്ഞാറിൽ വന്നത്. അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യം വന്നാലും ഏത് ഫണ്ട് വന്നാലും ഒരു ചുവട് മുന്നിൽ നിൽക്കുന്ന ഒരു നിയമമണ്ഡലമായിരുന്നു പൂഞ്ഞാർ. ഇപ്പോൾ പൂഞ്ഞാറിൽ വികസനം എന്ന് പറയുന്നില്ല. ഗ്രാമീണ റോഡുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി. അതോടൊപ്പം തന്നെ PC ജോർജിൻ്റെ കാലത്ത് പണിത പല റോഡുകളും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതുപോലെ തന്നെ ബസ് സർവീസ്, ഈരാറ്റുപേട്ട ഇവിടുത്തെ ഒരു KSRTC സ്റ്റാൻഡ് ഏതാണ്ട് 10-60ഓളം സർവീസുകളുണ്ടായിരുന്ന ഇപ്പം 30-ൽ താഴെയായി ചുരുങ്ങിയിരിക്കുകയാണ്. ഒരുപാട് ബസ് സർവീസുകൾ നിന്നുപോയി. ഞാൻ താമസിക്കുന്ന മേഖലയുടെ ആണെങ്കിൽ പാലാ മുണ്ടക്കൈ വരെ ബസ് സർവീസ് ഉണ്ടായിരുന്നു. ആ ഒറ്റ ബസ്സേ ആ റൂട്ടിലുള്ളൂ. അത് ഒരു ST സ്കൂളും ST കോളനിയും സ്ഥിതി ചെയ്യുന്നിടത്തൂടെ പോകുന്ന ഏക ബസ് സർവീസായിരുന്നു. അത് നിറഞ്ഞ ആളുകൾ പോയിക്കൊണ്ടിരുന്ന ബസ് സർവീസാണ്. ആ ബസ് സർവീസ് കോവിഡ് കാലത്ത് നിന്നുപോയി. അതിനുശേഷം കുളത്തങ്ങൻ MLA ആയി വന്നു. അപ്പം തുടങ്ങാമെന്ന് പറഞ്ഞു. പലതവണ മന്ത്രിയെ വരെ പോയി കണ്ടു ഞങ്ങൾ. പുള്ളി പറഞ്ഞു ഇപ്പോൾ ഈ ആഴ്ച വരും, അടുത്ത ആഴ്ച വരും. മന്ത്രിയുടെ അടുത്ത് പോലും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിവില്ലാത്തൊരു MLA ആയിപ്പോയി. കാര്യം ഞങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ പോരും. കാരണം ഒരു ST കോളനി, പട്ടികവർഗ സ്കൂള്, ഇതുള്ളിടത്തുള്ള ഏക ബസ് സർവീസ് അത് ഇതുവരെ തുടങ്ങാൻ പറ്റിയിട്ടില്ല. അതുപോലെ PC ജോർജിൻ്റെ കാലത്താണെങ്കിൽ ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം നോക്കുകയില്ല, പാർട്ടി നോക്കുകയില്ല, സമുദായം നോക്കുകയില്ല, ഏത് കാര്യത്തിന് ചെന്നാലും ഉടനടി തീരുമാനമാണ്. ആ കാര്യങ്ങൾ വിളിക്കേണ്ടവർ വിളിക്കും, പറയേണ്ട രീതി പറയും, സംഭവം നടന്നിരിക്കും. അതായിരുന്നു PC ജോർജ്. ആ PC ജോർജിനെ പൂഞ്ഞാറുകാർക്കറിയാം. ആ PC ജോർജിന് ശേഷം ഇങ്ങനെ ഒരു MLA വന്നപ്പോഴത്തേനും പൂഞ്ഞാറുകാർ ഇതേത് MLA, അതാ പൂഞ്ഞാറുകാർ ചോദിക്കും, അതിൽ MLA. ആ സ്റ്റൈലും ഇതും PC ജോർജ് ഒരു വേദിയിലേക്ക് ചെന്നാൽ തന്നെ ജനം ഇടുന്നുണ്ട്, അവർക്കൊരു സന്തോഷമാണ്. അതാണ് PC ജോർജ്. അങ്ങനെയുള്ള ഒരാളെയാണ് പൂഞ്ഞാറുകാർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പൂഞ്ഞാറിൽ PC ജോർജ് തിരിച്ചു വരണമെന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇവിടുത്തെ കാരണവന്മാരും പാവപ്പെട്ടവരും ജനങ്ങളെല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞങ്ങളോടൊക്കെ പറയാറുണ്ട്, ഇക്കുറി PC വരും. ചുമ്മാ നിഷ്പക്ഷമതികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും പൂഞ്ഞാർ PC പ്രാവശ്യം വയ്ക്കും. ഇനി 3 പിണറായി സർക്കാർ വീഴും തോന്നുന്നുണ്ടോ? ഒരിക്കലും വരികയില്ല. എന്തുകൊണ്ടാ? പിണറായി എന്ന് പറയുന്നത് തന്നെ ജനങ്ങൾക്ക് വെറുപ്പായി തോന്നുന്നു. പിണറായി എന്ന് പറയുന്നത് തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്. സ്വന്തം വീട്ടുകാർക്കും കുടുംബക്കാർക്കും സ്ഥാപിത താല്പര്യം അവരുടെ ആൾക്കാർക്കും വേണ്ടി അഴിമതി നടത്തുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം. അത് അവരുടെ കാര്യങ്ങൾ എന്ത് അഴിമതി ഉണ്ടായാലും അതേപ്പറ്റി അന്വേഷണമില്ല, നടപടിയില്ല, കാര്യങ്ങളില്ല. അങ്ങനെ ഒരു വിശ്വാസം, ജനങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഗവൺമെൻറ്റാണിത്. അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുക്കുന്നത് പിണറായിയാണ് ഈ ഗവൺമെൻറ്റിൽ. അതുകൊണ്ട് തന്നെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മുന്നണി ഇവിടെ തിരിച്ചു വരുന്ന യാതൊരു സാധ്യതയില്ല. പൂഞ്ഞാറിൽ വികസനം വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഒരു 5 വർഷങ്ങൾക്ക് മുന്നെയാണ്. അതായത് PC ജോർജ് MLA ആയിട്ടിരുന്ന സമയത്ത് പൂഞ്ഞാറിൽ നല്ല രീതിയിൽ വികസനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ 5 വർഷക്കാലം പുതിയ ഒരാളാണ്, സെബാസ്റ്റ്യൻ കുളത്തങ്ങനാണ് വന്ന്. വികസനം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഈ റോഡിലൂടെ നമ്മുടെ മണ്ഡലങ്ങളിൽ കൂടെ മുഴുവൻ യാത്ര ചെയ്തപ്പോൾ മനസ്സിലാവും. ഒരു വികസനം നടന്നിട്ടില്ല. PC ജോർജ് എന്തൊക്കെ കൊണ്ടുവന്നു ആ ഒരു വികസന പ്രവർത്തനങ്ങളല്ലാതെ വേറൊരു വികസനവും ഈ നിയോജകമണ്ഡലത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി പിണറായി സർക്കാർ വരുമെന്ന് തോന്നുന്നുണ്ടോ? പിണറായി സർക്കാരിനെ ജനം പൂർണ്ണമായിട്ടും മടുത്തിരിക്കുമല്ലേ. ഇതുപോലെ ശബരിമലയിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും മുഴുവൻ തച്ച് തകർത്ത ഒരു സർക്കാർ ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതാണ് ഇതിൻ്റെ കാരണം. യുവതീ പ്രവേശനം നടത്തി 5 വർഷം മുന്നേ
അന്ന് ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ മുഴുവൻ മനസ്സ് വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നത്. ഒരു പ്രത്യേക വിഭാഗക്കാരോട് കാണിച്ച ഒരു അനീതി. കോട്ടയത്ത് വികസനമല്ല, വികസന മുരടിപ്പാണ് പ്രധാനമായിട്ടുള്ളത്. കാരണം കാര്യക്ഷമതയില്ലാത്ത ജനപ്രതിനിധികളാണ് ഇടതിനും വലതിനും പല കാലങ്ങളിൽ ജയിച്ചു വന്നിട്ടുള്ളത്. ഇവരുടെയൊക്കെ വിചാരം ജനക്ഷേമം അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്നത് ഒരു 5-10 അടിയുള്ള റോഡ് ടാർ ചെയ്യുന്നോ, അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്നോ, ഒരു ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കുന്നോ, അല്ലെങ്കിൽ വേരിഷീറ്റ് സ്ഥാപിക്കുന്നോ ഒക്കെയാണെന്നാണ്. ഇവിടെ ഒരു പാവപ്പെട്ടവന് 4 ലക്ഷം രൂപ വീട് വെക്കാൻ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ വേരിഷീറ്റ് ഉണ്ടാക്കാനായിട്ട് 25 ലക്ഷം 30 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഒരു ഹൈമാക്സ് ലൈറ്റിന് അതിന് ശരിക്കുള്ള വില എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്, ഒരു ശരിക്കുള്ള വില എന്ന് പറഞ്ഞാൽ 1.5 2 ലക്ഷം രൂപയുള്ളൂ. ഒരു വേരിഷീറ്റ് 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വേരിഷീറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുണ്ടി ഉറപ്പിച്ചെന്ന് ഇരിക്കാനുള്ളൊരു സീറ്റ് പോലും വെക്കാതെയാണ് ഇവർ പണിത് വെക്കുന്നത്. പിന്നീട് നമ്മുടെ ഇന്നേവരെയുള്ള കേരളത്തിൻ്റെ ഒരു ഭരണനേട്ടം നോക്കിക്കഴിഞ്ഞാൽ 6 ലക്ഷം കോടി രൂപ കടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇടതിനും വലതിനും കൂടെ. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് പോലും 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടം. എന്നാൽ ഈ കടം കാലാകാലങ്ങളിൽ കുറച്ചുകൊണ്ടിരുന്നു ഇടതോ വലതോ സർക്കാർ ഇന്നേവരെ ചെയ്തിട്ടില്ല. ഇവർ വിചാരിക്കുന്നത് കടം മേടിച്ച് വീണ്ടും വീണ്ടും കടം മേടിച്ച് അതിൻ്റെ പലിശ അടച്ച് ദൈനംദിന ചെലവുകൾ നടത്താണ് വികസനം എന്നാണ് കണക്കൂട്ടുന്നത്. ഇവിടെ പുതിയതായിട്ട് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ വ്യവസായശാലകളുണ്ടോ? ഉണ്ടായിട്ടില്ല. മേക്ക് ഇന്ത്യ പദ്ധതിയിൽ പെടുത്തി പണ്ട് നമ്മൾ പാണ്ടികളൊന്ന് പുച്ഛിച്ച് തള്ളിയിരുന്നവർ ഇന്ന് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടോ? ഇല്ല. കാരണം അവരുടെ നാട്ടിൽ മേക്ക് ഇന്ത്യ പദ്ധതിയിൽ പെടുത്തി ഇപ്പോൾ ആപ്പിൾ പോലുള്ള ഐഫോണിൻ്റെ നിർമ്മാണം വരെ അവിടെ നടക്കുന്നു. ആദ്യത്തെ സ്റ്റേജിൽ കവർ ഉണ്ടാക്കാണ്ട് വന്നപ്പോൾ 40,000 പേർക്കാണ് തൊഴിൽ കൊടുത്തത്. ഇപ്പം 2ാം സ്റ്റേജ് വരുമ്പോഴത്തേക്കിനും അവിടെ അവർ പറയുന്നത് 5 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്നതാണ്. ഇവിടെ 500 കോടി രൂപ നമുക്ക് സംസ്ഥാന ഖജനാവിലേക്ക് തന്നുകൊണ്ടിരുന്ന കിറ്റക്സാവിൻ്റെ കാര്യം നമുക്കറിയാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഫാക്ടറി ഇവിടെ സ്ഥാപിക്കാൻ വന്നപ്പോൾ അവൻ ഇവിടെ നാട്ടി പായിച്ചു. ജനങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നത്? ജനങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളേ ഉള്ളൂ ഇവിടെ കോട്ടയത്ത്. സ്ത്രീകൾ എന്തൊക്കെ പ്രശ്നങ്ങൾ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രശ്നങ്ങളല്ലാത്ത ഒന്നുമില്ല, എല്ലാം പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ ഇനി PC ആശാൻ ജയിക്കണം, അതേ ഉള്ളൂ. PC ജയിച്ചാൽ ഓക്കെ, അദ്ദേഹം വന്നാൽ മാറ്റം അങ്ങനെ വന്നാൽ മാറ്റം വരും. എൻ്റെ മനസ്സിന്റെ പ്രതീക്ഷകൾ മുഴുവനും അതിനുവേണ്ടി എന്നും പ്രയത്നിക്കും. വേറെ എന്തൊക്കെയാ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ? അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നത്? അവർക്ക് തൊഴിലുകൾ നിരന്തരമായിട്ടൊന്നുമില്ല, തൊഴിലുകൾ വേണം. പിന്നെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടക്കണമല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കണം, ഭംഗിയായിട്ട് നടക്കണം. ഇവിടെ MLA വരാറുണ്ടോ? ഇവര് PCയോ? അല്ല, MLA വരാറുണ്ടോ? കഴിഞ്ഞ MLA ഒന്നും വന്നിട്ടൊന്നുമില്ല. നേരെ പോകുന്നു, അവര് നേരെ പോകുന്നു, അതേ ഉള്ളൂ. ജനത്തിന്റെ നോക്കുമ്പോൾ നമ്മുടെ PC ജോർജ് വരുന്നതാണ് ഞങ്ങൾക്ക്. ജയിച്ചാലും തോറ്റാലും എപ്പം വേണേലും PCയുടെ വീട്ടിൽ നമുക്ക് ഇന്ന് കാര്യങ്ങൾ ചെന്ന് സംസാരിക്കാം. അതാണ് ഏറ്റവും വലിയത് പോയിന്റ്, അവിടെയാണുള്ളത്. അത് ഷോണാണേലും അതെ, PC ആണേലും അതെ, എതിര് പാർട്ടിക്കാരും അല്ലാത്ത പാർട്ടിക്കാരും ഇങ്ങേരുടെ പാർട്ടിക്കാരാണേലും ആർക്കും സ്വാഗതമാണ് അവിടെ. ആരും പട്ടീനെ അടിച്ചു പിടിയല്ല, ഒന്നുമില്ല. നമുക്ക് ഇതിൻ്റെ കാര്യം എന്ന് പറയാം, തുറന്ന് സംസാരിക്കാം, അതേ ഉള്ളൂ. അത്ര ഒരാൾ വരണം എന്നാണ്. അത്രയും ഒരാൾ ഈ നാട്ടിൽ ഈ ആശാൻ വരണം, വന്നേ പറ്റൂ. ചേട്ടാ, പാലയിൽ വികസനം വന്നിട്ടുണ്ടോ? പാലായിൽ വികസനം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പാലാ ഇതൊന്നും പോരാ. പാലായിലെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഇത്രയൊന്നും വന്നാൽ പോരാ. അതുകൊണ്ട് തന്നെ ഇത്തവണ പാലാ ഒന്ന് മാറി ചിന്തിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുവാണെങ്കിൽ ഇതിനു മുമ്പ് കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ഒക്കെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് വന്ന ആളെ ഞാൻ. പക്ഷേ ഇത്തവണ ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് ആളുകൾ മാറി ചിന്തിക്കും. തീർച്ചയായിട്ടും പാലായിൽ താമര വിരിയുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. എന്തുകൊണ്ടാണ്? കാരണം വളരെ ലളിതമാണ്. ഷോൺ ജോർജ് പറഞ്ഞ പോലെ തന്നെ ഇത് ജയിച്ചാൽ തീർച്ചയായും നരേന്ദ്രമോദിയുടെ മണ്ഡലമെന്നാണ് പറഞ്ഞത്. അപ്പം പാലാ എറണാകുളം ഒരു 4 വരി ഹൈവേ അതുവരെ ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. പാലായിൽ നിന്ന് എറണാകുളം പോകാൻ നല്ലൊരു വഴി ഇതുവരെ ഇല്ല. ഞങ്ങൾ ചുറ്റിത്തിരിഞ്ഞ് കടുത്തുരുത്തി വഴി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് 2 മണിക്കൂറൊക്കെ എടുത്ത് 60 കിലോമീറ്റർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെയാണ് ഷോൺ ജോർജ് 4 വരി ജനങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ ഒരു 4 വരി പാത പാലയെ സംബന്ധിച്ച് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടം തന്നെയാണ്. ആ ഒരു ഒറ്റ കാരണം മാത്രം മതി ഷോണിന് വോട്ട് ചെയ്യാൻ. ജനങ്ങളുടെ മനസ്സറിഞ്ഞു. അപ്പം പാലക്കാർക്ക് വിവേകം ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ളൊരു ബുദ്ധി ഉണ്ടെങ്കിൽ ഷോൺ ജോർജിനെ തന്നെ വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു യുവത്വം ഇപ്പൊ കൂടുതലായി. തീർച്ചയായും അദ്ദേഹം വളരെ മെച്യൂരിറ്റിയോടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. കൃത്യമായൊരു പ്ലാനിങ് ഉണ്ട്. നമ്മുടെ വിദേശത്ത് പോയ കുട്ടികൾക്ക് ജോലി കിട്ടാനും കൃഷിയുടെ കാര്യങ്ങൾക്കും എല്ലാത്തിനാണെങ്കിലും അദ്ദേഹത്തിന് വ്യക്തമായൊരു പ്ലാനുണ്ട്. തീർച്ചയായും ഷോൺ ജയിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. കോട്ടയത്ത് വികസനം കുറവാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ പിന്നണി നിൽക്കുന്ന ഭരണകർത്താക്കന്മാരുടെ പോരായി കൊണ്ടിട്ട് മാത്രം വരുന്നതാണ്. പൊതുജനത്തെ കൊണ്ടിട്ട് കാര്യം ഈ വോട്ട് ചെയ്ത് ജയിച്ചിട്ട് തന്നെ കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നോട്ട് നോക്കണം, പുറകോട്ട് നോക്കുന്നില്ല, മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. കയറുന്നവർ മുഴുവൻ
ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടിലാണോ? ജനങ്ങളെല്ലാം ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടി തന്നെയാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടാണല്ലേ? അത് സാമ്പത്തികമായിട്ടല്ല, അല്ലാത്ത ഇവരുമായിട്ടൊക്കെ ഒന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇവർ പിന്നെ കാണുന്ന ഒരു കാഴ്ചപ്പാടില്ല. MLA ഒക്കെ വരാറുണ്ടോ? MLA ഒക്കെ ഇതിലെ പോകാറുണ്ട്, കൈയൊക്കെ പൊക്കും ഇപ്പം ഈ സമയം. അല്ലാത്ത സമയങ്ങളിൽ അങ്ങനെ പൊക്കുകയില്ല. നമുക്കിവിടെ ഇവിടെ ആരും പൊക്കിയില്ലേലും കുഴപ്പമില്ല. നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഈ എളിയ കാശുണ്ടെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞ പോലെ പേടിക്കാനൊന്നുമില്ല. മടിക്കനം ഉണ്ടെങ്കിൽ പുള്ളി പറഞ്ഞ മടിക്കനം ഇല്ലേ, അതൊന്നും പേടിക്കണ്ട. കനം വേണം. കനം ഉണ്ടെങ്കിൽ നമ്മളൊരു ഓഫീസിൽ ചെന്നാൽ കാര്യങ്ങൾ നടക്കണമെന്ന് വരിൽ നമ്മുടെ കനം ഉണ്ടായാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അനുഭവസ്ഥന. അപ്പോൾ ഇതൊക്കെയാണ് കോട്ടയത്തെ അവസ്ഥ. ഇതിനോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതോ നമ്മൾ അറിയാത്ത പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി മറ്റൊരു ജില്ലയിൽ അവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളതുമായി നമുക്ക് വീണ്ടും കാണാം.